വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ മാങ്ങയുണ്ട്, പിന്നെ മുളക് പൊടി, ടേസ്റ്റ് വേണ്ടി കുറച്ച് പഞ്ചസാര ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഉലുവപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് അരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി കിട്ടും ഇതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നല്ലതുപോലെ ചൂടായി നല്ല ഗ്രീൻ കളറാണ്. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്നിരിക്കും കേടായി. അപ്പോൾ നല്ലപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇടുക. അപ്പോൾ നമ്മൾ അത് എനിക്കനുസരിച്ച് ഇടാം, വിഷമൊന്നുമില്ല ഇടാം. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വിനാഗിരി ഇട്ടു. വിനാഗിരി ഇങ്ങനെ തിളച്ച് കഴിയണം. അത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തണുത്തതിന് ശേഷം മാത്രമേ ഈ മാങ്ങ ഇട്ട് കൊടുക്കുക. അത് മാങ്ങ വെന്ത് കുഴഞ്ഞു പോകും. പിന്നെ അത് അധികം നാൾ മാങ്ങ അങ്ങനെ ഇരിക്കത്തില്ല. അപ്പം നമുക്ക് വെന്ത് കുഴയാതെ തന്നെ എടുക്കണം. അപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം ഗ്രേവി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കെന്നാൽ മാങ്ങ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഒന്നും വെന്തിട്ടേ ഇല്ല. കഴിച്ചു കഴിഞ്ഞാൽ നല്ല കടുപിടായി. മറ്റേ ഈ വെള്ളത്തിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചൂട് കൊണ്ട് കഴിഞ്ഞാൽ ഇത് എടുത്തൊന്ന് വെന്തിട്ട് നമുക്ക് റെഡി. അപ്പം കുറച്ച് പഞ്ചസാര കുറച്ച് ചേർത്ത്, നേരത്തെ ചേർത്തായിരുന്നു. 1 സ്പൂൺ